അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ ഇറാനിൽ മരണസംഖ്യ 1300 കടന്നിരിക്കുന്നു. യുദ്ധം ആഗോള വ്യോമയാന സാമ്പത്തിക മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലാക്കുമ്പോൾ ലണ്ടനിൽ ഇറാൻ ചാരന്മാരെന്ന സംശയത്തിൽ 4 പേർ പിടിയിലായിരിക്കുകയാണ്. സൈപ്രസിലെ ബ്രിട്ടീഷ് താവളങ്ങൾക്കെതിരെ ജനരോഷം ഇരമ്പുന്നതിനിടെ ഗൾഫ് മേഖലയിൽ ഫ്രഞ്ച് കപ്പലുകളും കുടുങ്ങിക്കിടക്കുന്നു. സായ്കുമാറാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സായ്, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ഇറാനിൽ മരണസംഖ്യ ഉയരുക തന്നെയാണ്, വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. മറ്റ് അപ്ഡേറ്റുകൾ എന്താണ്? ഇപ്പോൾ സൈപ്രസിൽ ഇത്തരത്തിൽ ചാരന്മാരെന്ന് സംശയിച്ചുകൊണ്ട് 4 പേരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? വിനീത, ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള ആക്രമണം താരതമ്യേന കുറവാണെങ്കിലും ഇതുവരെയുള്ള ദിവസങ്ങളിലെ ആക്രമണങ്ങളിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ചിത്രം ഇപ്പോൾ ഏകദേശം പുറത്തു വരികയാണ്. ഇറാനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടവും ആൾനാശവും ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകൾ തന്നെയാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ ഇറാനിയൻ റെഡ് ക്രസന്റ് തന്നെ സ്ഥിരീകരിക്കുന്നത് 1332 പേർ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് തലസ്ഥാന നഗരമായ തെഹ്റാനിലാണ്. തെഹ്റാനിൽ ഇപ്പോൾ അല്പം മുമ്പും ഒരു വലിയ സ്ഫോടനം നടന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പൂർണ്ണമായും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആദ്യ ദിവസം മുതൽ അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും തെഹ്റാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് അവരുടെ ആക്രമണം നടക്കുകയും ചെയ്യുന്നത്. UK-യിലാണ് ഇറാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന കേസിൽ ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഒരു ഇറാനിയൻ പൗരനും 3 ബ്രിട്ടീഷ് ഇറാനിയൻ പൗരന്മാരെയുമാണ് ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കൻ ലണ്ടനിൽ വെള്ളിയാഴ്ച രാത്രി 22 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ഇവരെ മെട്രോപൊളിറ്റൻ പോലീസാണ് പിടികൂടിയത്. അതോടൊപ്പം തന്നെ സൈപ്രസിൽ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾക്കെതിരെ പ്രതിഷേധമുണ്ടായി എന്നുള്ളൊരു റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. തങ്ങളുടെ മണ്ണ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെതിരെയാണ് അവിടെ വലിയൊരു പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം ടെൽ അവീവിൽ വലിയ രീതിയിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് മേഖലയിൽ കപ്പലുകൾ കുടുങ്ങിയതിലുള്ള പ്രതിസന്ധി അതേ രീതിയിൽ തന്നെ തുടരുകയുമാണ്. ഇപ്പോൾ അസർബൈജാന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വിവരം വരുന്നത് അവർ ഇറാനിൽ നിന്ന് തങ്ങളുടെ നയതന്ത്രജ്ഞരെ പിൻവലിക്കുന്നു, ഇറാനിലേക്ക് ആളുകളെ ഇനി പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ വിവിധ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകൾ അതേപടി തുടരുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം ഇന്ന് വരികയും ചെയ്തത്. ഇറാനിലെ യുദ്ധം ഒരുപക്ഷെ ഇത് നിമിഷവും അവസാനിക്കാം, അല്ലെങ്കിൽ ഒരു 4 ആഴ്ച കൂടി അത് നീണ്ടുപോയേക്കാം. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ക്യൂബയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ശരി, എന്തുകൊണ്ട് ക്യൂബ എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അമേരിക്കയുടെ തന്ത്രങ്ങൾ അത് വളരെ പ്രധാനം തന്നെയാണ്. ഇനി ക്യൂബയെ കൂടി ലക്ഷ്യമിടുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. നമുക്ക് ഗൾഫിലെ സാഹചര്യം കൂടി ഇന്ന് പരിശോധിച്ചാൽ അതിപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിലും വിവിധ GCC രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ ആക്രമണം തുടരുന്നുണ്ട്. ഇന്ന് ബഹ്റൈനിലെ 2 താമസ കെട്ടിടങ്ങൾക്ക് നേരെയും ഒരു ഹോട്ടലിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സൗദി, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലും ഇറാന്റെ ആക്രമണം ഉണ്ടായി. അതേസമയം UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായി ചർച്ച നടത്തിയെന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത്. രഞ്ജിത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, താരതമ്യേന ആക്രമണം കുറഞ്ഞിരിക്കുന്നത് ആശ്വാസകരം തന്നെയാണ്. മിസൈലുകളായാലും ഡ്രോണുകളായാലും ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ അതിന്റെ ഒരു കണക്ക് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഉണ്ടായി എന്നതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? തീർച്ചയായും വിനീത, നിലവിലത്തെ സാഹചര്യം നിയന്ത്രണ വിധേയമാണ്, പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഈ ഇറാന്റെ ആക്രമണങ്ങളെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും വിവിധ GCC രാജ്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ഇന്നും ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അതൊരു ഇറാൻ ഇന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം നടത്തുകയുണ്ടായി. അതിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം ഉണ്ടായത് ബഹ്റിനിലായിരുന്നു. ബഹ്റിനിൽ രാവിലെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അവിടെ 2 താമസ മേഖലകളിലും അതുപോലെ തന്നെ ഒരു ഹോട്ടലും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇറാൻ ആക്രമണം നടത്തിയത്. പക്ഷേ ഈ ആക്രമണങ്ങളെയൊക്കെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് ബഹ്റൈൻ സേന അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെറിയ സാങ്കേതിക തകരാറുണ്ട്. സൗദിയിലും ഖത്തറിലും കുവൈറ്റിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലെ വിവരങ്ങൾ നേരത്തെ രഞ്ജിത്ത് പങ്കുവച്ചതുപോലെ തന്നെ താമസ കെട്ടിടങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. രഞ്ജിത്ത് വിശദാംശങ്ങൾ നൽകിയാണ്.